കണ്ണൂർ മുതിയങ്ങ വയലിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ ആശങ്ക ഉടൻ പരിഹരിക്കുമെന്നാണ് കണ്ണൂർ DFO വൈശാഖ പറയുന്നത്. മേഖലയിലെ ഷൂട്ടേഴ്സിന്റെ പട്ടിക കൈമാറിയിരുന്നു. അപകടകാരികളായ കാട്ടുപന്നികളെ കൊല്ലാൻ പഞ്ചായത്തിന് അധികാരമുണ്ടെന്ന് DFO 24-നോട്. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം വികേന്ദ്രീകരിച്ച് പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഓൾറെഡി ഇവിടെയുള്ള ഷൂട്ടേഴ്സിൻ്റെ ലിസ്റ്റെല്ലാം പഞ്ചായത്തുകളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തുടർന്നും ആ ഒരു നടപടി മുമ്പോട്ട് എടുക്കാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത്. അതിന് പഞ്ചായത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ നൽകും. റേഞ്ച് ഓഫീസറും കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ രീതിയിൽ കുറച്ച് പോപ്പുലേഷൻ കൺട്രോളിംഗ് ആണ് ഒരു നല്ല സൊല്യൂഷനായിട്ട് തോന്നുന്നത് ഈ സ്ഥലത്ത്. പിന്നെ വനം വകുപ്പിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സൈഡിൽ നിന്നുള്ള എക്സ്ഗ്രേഷ്യ പേയ്മെൻറ്റ് അത് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുടുംബത്തിന് കൈമാറുന്നതായിരിക്കും. 10 ലക്ഷമാണ് സർക്കാർ, അതിൽ 5 ലക്ഷമാണ് ആദ്യം കൊടുക്കുക. പിന്നെ മറ്റേ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടനെ രണ്ടാമത്തെ സെക്ഷൻ 10 ലക്ഷമാണ് ഗവൺമെൻറ് ഫിക്സ് ചെയ്തിട്ടുള്ള കോമ്പൻസേഷൻ റേറ്റ്. കൃഷി സ്ഥലമാണ്, ഫുൾ കാട് പിടിച്ച് തന്നെയാണ് കിടക്കുന്നത്. എല്ലാം വനഭൂമി ഇവിടെ ഇല്ല. വനഭൂമി ഏറ്റവും അടുത്ത വനഭൂമി ഒരുപാട് ദൂരമാണ്. എല്ലാം പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതെല്ലാം കാട് പിടിച്ച രീതിയിലാണ് കിടക്കുന്നത്. മുമ്പ് LSGD വകുപ്പിൻ്റെ ഒരു സർക്കുലർ ഓൾറെഡി ഉണ്ട്, ഗവൺമെൻറ് ഓർഡർ ഓൾറെഡി ഉണ്ട്, ഇങ്ങനെ പ്രൈവറ്റ് സ്ഥലങ്ങളുടെ എല്ലാം കാട് വൃത്തിയാക്കണമെന്നുള്ള. അപ്പോൾ ആ സർക്കുലർ നമ്മൾ ഒന്നും കൂടി പഞ്ചായത്തുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അപ്പോൾ ആ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഇത് താമസിക്കാനും ഒക്കെ ഉള്ള ആവാസ വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ് പന്നികൾ അങ്ങനെ കൂട്ടം കൂടി വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാടുകൾ നീക്കം ചെയ്യുന്നതാണ് ഇതിനുള്ളൊരു പ്രതിവിധി ഉള്ളത്. അപ്പോൾ അതിനുള്ള നടപടികൾ എടുക്കാൻ നമ്മൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെടും. പഞ്ചായത്തിനാണ്. അതെ. പഞ്ചായത്തിന്, കാരണം ഇപ്പോൾ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് വികേന്ദ്രീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ചീഫ് വൈൽഡ് വാർഡൻ്റെ അധികാരമാണ്, DFOയ്ക്ക് പോലും ഇല്ല അധികാരം. അത് പഞ്ചായത്തുകൾ വികേന്ദ്രീകരിച്ച് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഈ കാര്യത്തിൽ പഞ്ചായത്തിനോടൊപ്പം ചേർന്ന് ജനങ്ങളുടെ തീർച്ചയായും പഞ്ചായത്തിനോട് എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കും. പഞ്ചായത്തിനുണ്ട് എല്ലാ സപ്പോർട്ടും കൊടുക്കും. നമ്മൾ ഇപ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തെല്ലാം അംഗങ്ങളെല്ലാം മീറ്റ് ചെയ്തു. അവർക്കും വേണ്ട സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കും. നമ്മുടെ സ്റ്റാഫ് തുടർന്ന് ഇവിടെ തന്നെ ഉണ്ടാവും. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് തത്സമയം ചേരുകയാണ്. അരുൺ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തായാലും DFO പറയുന്നത് ഇത്തരം മൃഗങ്ങളെ പന്നി വെടിവെച്ച് കൊല്ലാൻ പഞ്ചായത്തിന് അധികാരമുണ്ടെന്നാണ്. പക്ഷേ ഇത് പഞ്ചായത്ത് ഉപയോഗിക്കുന്നുണ്ടോ? SKN ഇതിൽ വനം വകുപ്പിൻ്റെ ഒരു അന്വേഷണം എന്തായാലും നടക്കുന്നുണ്ട്. കണ്ണവം റേഞ്ച് ഓഫീസർക്കാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അതായത് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് നാളെ DFOന് കൈമാറും. അതിനുശേഷം അത് മുകളിലേക്ക് നൽകും എന്നാണ് DFO പറയുന്നത്. അതോടൊപ്പം തന്നെ വനം മന്ത്രി AK ശശീന്ദ്രൻ ഉത്തരമേഖല CCFനോടും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറോടും റിപ്പോർട്ട് തേടിയിട്ട് അത്തരം നടപടിക്രമങ്ങളെല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പോഴും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. സാധാരണ കർഷകൻ സാധാരണ നിലയിൽ അവരുടെ കൃഷിയിടത്തിൽ അവരുടെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെടുന്നതിന് വേണ്ടി പോകുന്നതിനിടെയാണ് ഈ ദാരുണമായി കൊല്ലപ്പെട്ടത്, ക്രൂരമായി കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സ്വാഭാവികമായും അത്തരം ഒരാശങ്ക, ഞെട്ടൽ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. DFO പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അതൊരു വനമേഖലയല്ല, അതൊരു ജനവാസ മേഖലയാണ്. കൃഷിയിടങ്ങൾ ആകെയുള്ളൊരു മേഖലയാണ്. അവിടെ ചെറുതായി ഇത്തരത്തിൽ കാടുകൾ പിടിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് അതൊരു വനമേഖലയായി പരിഗണിക്കാൻ കഴിയില്ല. അത്തരമൊരിടത്താണ് ഈ കാട്ടുപന്നി ഇത്തരത്തിൽ യഥേഷ്ടം വന്ന് ആക്രമണം അഴിച്ചുവിടുന്നത്. DFO പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ പഞ്ചായത്തുകൾക്ക് ഇത്തരം അക്രമകാരികളായിട്ടുള്ള കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിലും, അതായത് പാട്യം മൊകേരി പഞ്ചായത്തുകളുടെ അതിർത്തിയിലാണ് ഈ സംഭവം ഉണ്ടായത്. സാങ്കേതികമായി പാട്യം പഞ്ചായത്തിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ പഞ്ചായത്തിലും ഷൂട്ടേഴ്സിൻ്റെ ലിസ്റ്റ് പട്ടിക കൈമാറിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ പഞ്ചായത്തിന് അത്തരം നടപടികൾ സ്വീകരിക്കാം, തീരുമാനങ്ങൾ എടുക്കാം. അതിനുള്ള അധികാരം പഞ്ചായത്തിനുണ്ട്. ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെ കാര്യങ്ങൾ പരിശോധിക്കും എന്നതാണ് DFO എന്തായാലും പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ, അതായത് വനം വകുപ്പും പഞ്ചായത്തും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ ആലോചിക്കേണ്ട കാര്യം മനുഷ്യൻ്റെ സ്വൈര്യജീവിതമാണ്. വനമേഖലയല്ലാത്തൊരു പ്രദേശത്ത്, ജനവാസ മേഖലയിൽ, കൃഷിയിടത്തിൽ വന്ന് ഇങ്ങനെ കാട്ടുപന്നി ആക്രമണത്തിൽ ഒരു വയോധികൻ കൊല്ലപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആശങ്കകൾ പരിഹരിക്കണം. ഇവരുടെ ചോദ്യങ്ങൾ സ്വാഭാവികമായും അടിസ്ഥാനപരമായി അവർക്കുണ്ടാകുന്ന ചില ചോദ്യങ്ങളുണ്ട്. അവർക്ക് എങ്ങനെ അവിടെ ജീവിക്കാൻ കഴിയുമെന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിന് അധികാരികൾ മറുപടി നൽകണം. ഇത്തരം അന്വേഷണങ്ങളൊക്കെ ഒരു വശത്ത് നടക്കട്ടെ. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. അത്തരം നടപടികൾ പരിശോധിച്ചുണ്ടാവുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണുകയും ചെയ്യാം. വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.